നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ നേരെ കൈ വെള്ളത്തിൽ മുക്കരുത്. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ ഒരു നിയമമുണ്ട് നമുക്ക്. നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ കൈ മുക്കരുത്. എവിടെ? വെള്ളത്തിൽ. അതെന്താണ് കൈ മുക്കരുത് എന്ന് പറയണത്? അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നോക്കണം എന്താ കാരണം. സത്യത്തിൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ കൈ ചിലപ്പോൾ ഔറത്തിൻ്റെ ഭാഗത്ത് പോയിട്ടുണ്ടാവും, അവിടെ ചൊറിഞ്ഞിട്ടുണ്ടാവും, മൂത്രത്തിൻ്റെ ഒരു അംശം കയ്യിലായി, അല്ലെങ്കിൽ വിയർപ്പായി, അതായത് മൂത്രവും വിയർപ്പും കൂടിയായി നജസായി. 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുലാഖാത്ത് അവലോടുകൂടി അത് നജസാവും. അതാണ് അതിൻ്റെ കാരണം. അതാണ് സംഭവം. ഔറത്തിൻ്റെ ഭാഗത്തൊക്കെ കൈ ചൊറിയാനും മറ്റൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ റസൂലുള്ളാഹിൻ്റെ ആ മാന്യമായ വാക്ക് നോക്കണം. നിങ്ങൾ ഉറക്കത്തുണർന്നാൽ കൈമുക്കരുത് വെള്ളത്തിൽ. ഉടനെ തങ്ങൾ അതിന്റെ കാരണം പറയണത് കൈ രാത്രി എടെല്ലാം പോയിനെന്ന് അറിയില്ലല്ലോ, അത്രേ പറയുള്ളൂ, അത്രേ പറയുള്ളൂ തങ്ങൾ. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അൽ ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈ സെക്സ് ഓവറായിട്ട് പറയുന്ന ആളുടെ ഫോർ ഫാദേഴ്സിലോ തലമുറയിലോ ആരെങ്കിലും വ്യഭിചരിക്കുന്ന ആളുണ്ടാവുന്ന അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ മനസ്സിലൊന്നുമില്ല, ഞാനെല്ലാം തുറന്നു പറയുമെന്ന്. മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിൽ മാത്രമല്ല, പറയരുത് അങ്ങനെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും പറയൂല, തങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കൂല. ആയിഷ ബീവി പറഞ്ഞില്ലേ, ഞാനും തങ്ങളും ഔറത്ത് പരസ്പരം കണ്ടിട്ടില്ല. ഇബ്നു ഹജർ അതിനെ അഷ്റഫുൽ വസായിൽ വിശദീകരിച്ച് എന്തൊരു ലജ്ജയാണ് ഈ പറയണത് നോക്കൂ. എന്തൊരു ലജ്ജയാണ് അവിടെ നിന്ന്. എങ്ങനെ ലജ്ജയില്ലാതിരിക്കല്? അള്ളാഹു അല്ലേ തങ്ങളെല്ലാം പഠിപ്പിച്ചത്. എന്റെ എല്ലാം തന്നത് അള്ളയല്ലേ. അള്ള എങ്ങനെയാ പറയല് ഖുർആനിൽ? ഉളു മുറിയുന്ന കാര്യം, പെണ്ണുങ്ങളെ തൊട്ടാൽ ഉളു മുറിയും. അതിന് മുമ്പ് എന്താ ഖുർആനിൽ പറയണത്? നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഉളു മുറിയും എന്നാ പറയണത്. നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഉളു മുറിയും. ടോയ്ലറ്റിൽ പോയാൽ ഉളു മുറിയും. നമ്മൾ നേരത്തെ മൂത്രയിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനോ പോയപ്പോൾ ആ ജനലിൻ്റെ സൈഡിൽ ഫോണോ അല്ലെങ്കിൽ ബ്രഷോ വെച്ചിന്, ഉദാഹരണം, അത് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് അത് മറന്നുകൊണ്ട് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ടോയ്ലറ്റിൽ പോയാൽ ഒന്നും അറിയും ഇല്ല. പിന്നെ എന്താ ടോയ്ലറ്റിൽ സാധാരണ പോക്ക് കാഷ്ടിക്കാനും മുദ്രയ്ക്കാനും ഒക്കെയാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ടോയ്ലറ്റിൽ പോയിട്ട് വന്നാൽ ഒന്നും പറയൂ. അങ്ങനെ ഖുർആൻ പറയൂ, അത്രേ പറയുള്ളൂ. ഇത് നിങ്ങളെ റൊമാൻറ്റിക് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പുസ്തകമല്ല, ഉംറുൽ ഖൈസിൻ്റെ കവിത അല്ല ഇത് ഖുർആനാണ്. ഖുർആൻ അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആനും ഹദീസും ഉൾക്കൊണ്ട ഫിഖിഹിന്റെ ഗ്രന്ഥത്തിൽ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ എങ്ങനെയാ ഹെഡിങ് ഇടല്? ആദാബുൽ ഖലാ അങ്ങനെ പറയല്. എന്താ ഖലാ എന്ന് പറഞ്ഞാൽ? ഒഴിഞ്ഞ സ്ഥലം. എന്താ മൂത്രയിക്കുമ്പോൾ ടോയ്ലറ്റിൽ കാഷ്ടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ എന്ന് പറയാൻ അറിയാറ്റാ? ഒന്നും പറയൂല. ആദാബുൽ ഖലാ, ഒഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ ഉള്ള മര്യാദ അങ്ങനെ പറയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു മാന്യത. ഈ ക്ലാസ് എടുക്കുന്ന ആളെങ്ങനെയാ? ഇക്കാഹിന്റെ അധ്യായം എടുക്കുമ്പോൾ പച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം? നോ 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 നോ. നമ്മുടെ നാവ് എപ്പോഴും മാന്യമായ നാവായിരിക്കും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുട്ടികളെ ലജ്ജ നന്നായിട്ട് പഠിപ്പിക്കണം, ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്നും ഉടുക്കാതെ കുളിച്ചിട്ടാ വരുന്നത്, ഒന്നും ഉടുത്തിട്ടില്ല അവന്. അങ്ങനെ ചില കുട്ടികളുണ്ടല്ലോ, അങ്ങനെ കുളിച്ചിട്ട് നേരെ ബാത്റൂമിൽ നിന്ന് കിച്ചൺ വഴി സെൻട്രൽ ഹാള്, ഡൈനിങ് ഹാള്, അങ്ങനെ 4 യൂണിറ്റുകളിൽ നിന്ന് ശേഖരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് വാഹനജാഥ പിന്നെ ബെഡ്റൂമിലേക്ക് എത്തും. ഓനെ വിളിക്കാം, ഡാ കൊണ്ടുവാ. എന്താണ് നാണം പോണല്ലേ, ചിന്തടി ഇരിക്കോലോ, അനിയനല്ലേ എൻ്റെ കണ്ടിക്ക ഒന്നുണ്ട്. അങ്ങനെ കുട്ടിക്ക് ലജ്ജ പഠിപ്പിക്കണം. തോർത്തെടുത്തിട്ടല്ലേ ബാത്റൂമൊക്കെ ഉണ്ടത്. അതിന് ഉപ്പനെ തോർത്തു കൊടുക്കാണ്ട കുളിക്കുന്നതെന്ന് മോനിക്കറിയാം. കാരണം ബാത്റൂമിന്റെ ഡോറിന്റെ മേലെ ഉപ്പാന്റെ ലുങ്കിയും തോർത്തും കാണുന്നുണ്ട്. അപ്പൊ ഉപ്പ മനസ്സിലാവില്ല, ആ കുരങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്യുന്നത്. ഉറപ്പല്ലേ? ഔറത്ത് മറച്ചിട്ട് കുളിക്കണം. അത് ഇബാദത്തിന് ഹലാവത്ത് ഉണ്ടാകാനുള്ള ഒരു വഴിയും കൂടിയാണ്. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പണ്ട് പഠിപ്പിച്ച കെമിസ്ട്രിയുടെ സാർ അല്ലെങ്കിൽ ഉസ്താദ് ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന്, ഫാത്തിമ ഹിബാന്റെ കല്യാണത്തിന്റെ അന്ന് സാറോ ഉസ്താദോ ആരോ വന്നു. അപ്പൊ ഉപ്പ വാ, ഇപ്പൊ ഉസ്താദിനെ കാണൽ ഹറാമല്ലേ? ഈ സാറിന് കാണൽ ഹറാമല്ലേ? ഈ കുട്ടീന്റെ ലജ്ജ ആരാ ഇല്ലാതാക്കണത്? ഉപ്പല്ലേ? ഉമ്മ അങ്ങനെ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ഉപ്പമാരങ്ങനെ ചെയ്യും. പാത്തി വാമോളി ഇന്നെ പഠിപ്പിച്ച് വേറെ ഒരു നാണം കൂടിയോ സാരമ്പൽ നിൽക്കൂല. ലജ്ജനെ നിരുത്സാഹപ്പെടുത്തല്ല വേണ്ടത്, ലജ്ജ പഠിപ്പിക്കണം കുട്ടികൾക്ക്
ഒന്നാമത് ഈ കുട്ടികൾ പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലജ്ജ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം, ഉമ്മാനെ കണ്ടു പഠിച്ചിട്ടാണ് കുട്ടികൾ ഹയാവും എല്ലാം പഠിക്കല്. അല്ലാമ ബാഹ്റമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ തന്നെ യാസീന് കാണാതെ ഓതാൻ പഠിച്ചത് ഉമ്മ ഓതുന്ന കേട്ടിട്ടാണ്. ഇപ്പൊ ഇവിടുത്തെ ഉമ്മമാര്, ഓരോ ഉമ്മമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, അവര് ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ എന്ന നഫീസത്ത് മാലയും മുഹിയദ്ദീൻ കാവേലിലേകല്ല, ഈ ഇരവൊക്കെ മുഹിയദ്ദീൻ, ഇത് എവിടുന്ന് ഇവർ പഠിച്ചത്? പണ്ട് ഇങ്ങനെ മത്സരം ഉണ്ടായിന, ജഡ്ജസ് പ്ലീസ് നോട്ട് മുഹിയദ്ദീൻ മാല ഫോർ ഗേൾസ് ഓൺ ദി സ്റ്റേജ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിന? ഇല്ല. പിന്നെ എവിടുന്ന് ഇത് ഈ ഉമ്മമാര്, ഈ വയസ്സായ ഉമ്മമാര് പഠിച്ച? ഓറുമ്മാൻ്റെ അടുത്തുനിന്ന്. ഓറെടുത്താ പഠിച്ച? ഓറുമ്മാൻ്റെ അടുത്തുനിന്ന്. ഇതാണ് പഠിക്കേണ്ടത്. അതിന് ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ ഗ്യാസ് കൊണ്ടുവരുന്ന, ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരൻ്റെ മുമ്പിൽ നേരെ മുഖം തുറന്ന് നിൽക്കുന്നുണ്ട്. മത്സ്യ വിൽപ്പന നടത്തുന്ന ആ ജോലിക്കാരൻ്റെ മുമ്പിലും ഉമ്മ നേരെ നിൽക്കുന്നുണ്ട്. ഈ ഉമ്മാന്റെ മോള് ഹാദിയൊക്കെ പഠിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ഫുൾ ടൈം ഹിജാബ് ഉണ്ടാവോ? പല കുട്ടികളും മദ്രസയിൽ പോകുമ്പോൾ ഹിജാബും സ്കൂളിൽ പോകുമ്പോൾ ഹിജാബ് ഇല്ലായ്മയും എന്തുകൊണ്ടാണ് രൂപപ്പെടുന്നത്? ഈ കുട്ടികൾ ആരെ കണ്ടിട്ടാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്? കുട്ടികൾ മൊത്തം കോൺഫ്ലിക്റ്റ് അല്ലേ? ആരെ കണ്ടിട്ടാണ് ഇത് പകർത്തേണ്ടത്? ആരെ കണ്ടിട്ടാണ് പകർത്തേണ്ടത്? കുട്ടികൾക്ക് ലജ്ജ പഠിപ്പിക്കണം, ഔറത്ത് മറക്കാൻ, വസ്ത്രം കറക്റ്റ് ധരിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അടുത്തത് കാലിന്റെ മേലെ കാല് വെച്ചിട്ട് ഇരിക്കുന്ന സ്വഭാവം ഉണ്ടാവും ചെറിയ പിള്ളേർക്ക് തന്നെ, പ്രത്യേകിച്ച് സോഫ മേലൊക്കെ. അപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും, കാലി തോഴ്ത്ത് പറയണം. ഒറ്റ വട്ടൊക്കെ പറഞ്ഞാൽ മതി, കുട്ടികൾ നന്നാവും. ജുലൂസ്, ഇരുത്തത്തിന്റെ മര്യാദ പഠിപ്പിക്കണം കുട്ടികൾക്ക്. ഇരുത്തത്തിന്റെ മര്യാദ. മൗലിദിന്റെ സദസ്സിലേക്ക് മറ്റെങ്ങനെ ഇരിക്കും, പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. കുട്ടികളെ മക്കളല്ലേ, നന്നാവും. ഓവറായിട്ട് സംസാരിക്കുന്ന, ടോക്കറ്റീവ് ഉണ്ടാവും, വായാടിയാവുന്ന സ്വഭാവം ഉണ്ടാവും ചില പിള്ളേർ. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊടുക്കും. അത് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം. കാരണം അത് വേണ്ട മോനെ, അത് വളരെ മോശം സ്വഭാവമാണ് എന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ഇശായിന് ശേഷം സ്ഥിരമായി ഇങ്ങനെ ദുന്യവിയായ സംസാരിച്ചാൽ എങ്ങനെ നമ്മൾ നന്നാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം സ്ഥിരം ചെയ്യുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ലെവലിലേക്ക് എത്തുക? എങ്ങനെ എത്തുക? ഒന്നാമത് നമ്മൾ ഈ അദബ് പഠിപ്പിക്കുന്നിടത്ത് മടിയന്മാരാണ്. എല്ലാവരും ലിബറൽ ആവുകയാണ്. അങ്ങനെ കുറച്ചില്ല പിള്ളേർ അങ്ങനെ നോ 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 അങ്ങനെ ചെയ്യരുത്. ഓവറായി സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയലും. അറിഞ്ഞനാ എന്ത് നാളെ അർത്താല പോലും ആരാ പറയുന്നിട്ട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയെന്ന്. അതാണ് മുസ്ലിമിന്റെ ഹദീസ. കേട്ടത് മുഴുവൻ പറയൽ തന്നെയാണ് ഒരുത്തൻ കളവ് പറയുന്നവനാവാനുള്ള കാര്യം. പറയരുത്. പ്രത്യേകിച്ച് ദീനി കാര്യം അറിയാണ്ട് പറയരുത്, ഹറാമാണ്. ഇങ്ങനെ ഉണ്ടാവും. എല്ലാവരും ഇപ്പം മുഫ്തിമാരാന്നല്ല, മൊത്തം മുഫ്തിമാരാണ്. ഇന്ന സ്വലാത്തില്ലാൽ 48 ലക്ഷം കൂലി ഷെയർ ചെയ്യുക, അത്ഭുതം കാണും. എന്ത് കാണും? 2 GB തീരും. വേറെന്ത് കാണില്ല? നിങ്ങൾക്കറിയോ ആ സ്വലാത്തിന് ഇത്ര കൂലി ഉണ്ട്? അല്ല പറയുന്ന ഇട്ടാന്ന് ഉസ്താദ്, ഇല്ലെങ്കിൽ തന്നെ നല്ലല്ലേ കള പറഞ്ഞിട്ടാണോ ഇസ്ലാമ പ്രചരിപ്പിക്കൽ? പറയരുത്. അറിയാത്തൊന്നും പറയാൻ പാടില്ല. നവവി ഇമാം റഹിമഹുല്ലാഹ് അത് വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. അതേപോലെ അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള ഒരു കാര്യമാണ് കസ്റത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കൽ. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ ഇവിടെ ഞാൻ ഉച്ചാടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എന്നോട് ഒരാൾ ഇന്നലെ പോയിനെ പിന്നെന്താ ഇവിടെ? ചെറിയൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. എന്താ കാര്യം? ചെറിയൊരു ആവശ്യം. എന്നാലും നമ്മളോടൊന്നും പറയൂലല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ലേ? ഒരാൾക്ക് പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യം കുത്തി ചോദിക്കരുത്. ഇവിടെ എന്താ കാര്യം? ഇവിടെ വരെ ഒന്ന് വന്നതാ. ഇവിടെ വരെ എന്ന് വെച്ചാൽ കുറച്ചപ്പുറം വരെ എന്ന് വെച്ചാൽ
എന്തിനാണ്, എന്തിന്? അങ്ങനെയുണ്ട്. ചില ആൾക്കാരെല്ലാം ട്രെയിനെല്ലാം ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൂട്ടാൻ ചില ആൾക്കാർ വരുമല്ലോ. അവരുടെ ചോദ്യമെല്ലാം കേട്ടാൽ ചിലപ്പോൾ നമുക്കെല്ലാം തോന്നലുണ്ട് വയലിന് നടന്നിട്ട് പോയാൽ മതിയേനു. എന്തെല്ലാം ചോദിക്കല്ലോ റഹ്മാൻ, എത്തപ്പ ചോദ്യം. ഗൾഫുകാർ വന്നപാട് കേൾക്കുന്ന ഒരു ചോദ്യം എപ്പാ പോക്ക്. മാലിക് ഇമാമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര വയസ്സായി? മാലിക് ഇമാമ് തിരിച്ചു ചോദിച്ച്, എനിക്ക് എത്ര വയസ്സായി എന്നിട്ട് എനിക്കെന്താ കാര്യം? ഇല്ലല്ല, ആവശ്യമില്ലാണ്ട് പോയെ. നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം, ആരോടായാലും അവരുടെ സമയം കളയരുത്. ചിലപ്പോൾ നമുക്കുള്ളൊരു സൂക്കടെന്ന് വെച്ചാൽ ഒരു വലിയ ഉസ്താദോ അതിഥിയോ തങ്ങളോ ഒരു സ്ഥലത്ത് വന്ന് സോഫ മേലാറ്റിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ വെറുതെ അടുത്ത് വെച്ചാൽ എന്താ നേരത്തെ എത്തിയ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തന്നെ അറിയാം ഭക്ഷണം കഴിച്ചിന് എത്ര മണിക്ക് എത്തിയെന്നല്ല നമുക്കറിയാം. എന്നാലും ഭക്ഷണം കഴിച്ചാൽ വേറെ റാത്തന്നല്ല നമ്മളെല്ലാം ഓർമ്മ ഉണ്ടാ ഇല്ല എന്ന് പറഞ്ഞ് നീ കുടുങ്ങിയില്ല. എന്തിനാ മോനെ വെറുതെ ചോദിക്കാൻ നിൽക്കുന്നു? എന്തിനാ ചോദിക്കുന്നത്? സൻ എന്നെ ഓർമ്മ ഉണ്ടാ? എന്തിനാ വെറുതെ ചോദിക്കാൻ നിൽക്കുന്നത്? ആവശ്യമില്ലാത്ത ഒരു ചോദ്യം നമ്മൾ ചോദിക്കരുത്. ബൈനു ഇസ്രായേലുകാർ കുടുങ്ങിയത് അങ്ങനെയാ, ചെയ്യരുത്. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കും. അങ്ങനെയുണ്ട് ചില സ്ഥാപനത്തിൻ്റെ ഒക്കെ കിസ്സൊക്കെ അങ്ങനെ പരിപാടി കാണാം. ഖദീജ ബീവിയുടെ മൂത്തമാരെ മോൻ്റെ പേരെന്താന്നാലും ചോദിക്കും. കിസ്സേ ഒരാവശ്യം ഉണ്ടാവില്ല. എന്താ അതിനെ കൊണ്ടൊക്കെ ഉപകാരം? ചോദിക്കരുത്. മനസ്സ് വേദനിപ്പിക്കുന്ന ചോദിക്കരുത്. ചിലപ്പോൾ അവർക്ക് ശമ്പളം പറയാൻ മടിയുണ്ടാവും. എന്താ ചോദിക്കുന്നത്? ചോദിക്കരുത്. അങ്ങനത്തെ ഒന്നും ചോദിക്കരുത്. ഇപ്പൊ ചിലപ്പം ചില ഉസ്താദുമാര് നമുക്കൊരു ഗൗരവപ്പെട്ട ആളായിട്ട് തോന്നും. എങ്ങനെ തോന്നല്? മൂപ്പർ ഒന്നും നമ്മളോട് മിണ്ടിയില്ല. കുറേ സമയം ഒന്നിച്ച് ട്രെയിനിലുണ്ടായിരുന്നു, കാറിലുണ്ടായിരുന്നു, ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പിറ്റേന്ന് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യും. എന്തൊരു കഷ്ടം എന്ന് പറയണ്ടേ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരാൾ യാത്ര ചെയ്തു. എത്ര? 3 മാസം. എവിടെ? ട്രെയിനിലാ, കാറിലാ? അല്ല, കുതിരപ്പുറത്ത്. ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു. ഒട്ടിച്ചേർന്ന് നിന്നിട്ട് യാത്ര ചെയ്തു. എത്ര കാലം? 3 മാസം. ദിക്റും സ്വലാത്തും ഖൈറും ഇൽമും തന്നെ വായിൽ. ആരുടെ? ഗസാലി ഇമാമിന്. ഇയാളോടൊന്നും വേണ്ടിയിട്ടൊന്നുമില്ല. 3 മാസം കഴിഞ്ഞിട്ട് ഗസാലി ഇമാമ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. കുറേ സ്ഥലത്ത് പോകാനുണ്ടായി, എത്തി. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങളെ നാടെവിടെ? ഡമസ്കസ്. ആ, നല്ല നാട്. ഇയാൾ പറയുന്നുണ്ട്, യാത്ര ചെയ്ത ആൾ പറയുന്നുണ്ട്, ഇതല്ലാത്തൊരു വർത്താനം ഗസാലി ഇമാം പറഞ്ഞിട്ടില്ല. എന്തിനാ സമയം കളയേണ്ട ആവശ്യം? നമ്മളൊക്കെ ആരുടെയും സമയം കളയരുത്. നമ്മളും ഓവറായി സംസാരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വ ഇന്ന അബ്അദകും ഇലയ്യ, എനിക്ക് നിങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ള ആള്, വ അബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ആഖിറത്തിൽ എന്നോട് ഏറ്റവും ദൂരത്തുള്ള ആള് അസ്സർസാറൂൻ, സർസാർ എന്ന് പറയുന്നവരാണ്. തിർമിദി ഇമാം സർസാറിന്റെ വിശദീകരണം അൽ കസീറുൽ കലാം, ഹുവൽ കസീറുൽ കലാം, ഓവറായി സംസാരിക്കുന്ന ആൾ, ടോക്കറ്റീവ്, തുരുതുരോ വർത്താനം പറയാം. അങ്ങനത്തെ ആളാവരുത്. കുട്ടികളെയും ഓവറായി ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ പടപടാ പറയുന്നത് നിരുത്സാഹപ്പെടുത്തണം. ഇനി അടുത്തത്, വയുംനഉ മിനൽ ഹലിഫി റഅ്സൻ സ്വാദിഖൻ കാന ഔ കാദിബൻ, സത്യം ചെയ്യുന്ന സ്വഭാവം. ബാക്കിയും കൂടി ഈ വാർത്ത വായിക്കാം. ഹത്താ ലാ യഅ്താദു ദാലിക ഫി സിഗരി, ചെറുപ്പത്തിൽ തന്നെ ആ സ്വഭാവം നിരുത്സാഹപ്പെടുത്തണം. വല്ലാഹി സത്യം, ഞാൻ സത്യമായിട്ട് നിസ്കരിച്ചിട്ടാ വരുന്നത്, കാല് നോക്കി. അതൊന്നും സത്യം ചെയ്യാൻ പറയരുത്. അത് കള്ള സത്യമായാലും നിസ്കരിച്ചിട്ട് തന്നെ വരുന്നത്, എന്നാലും സത്യം ചെയ്യിപ്പിക്കരുത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയണ്ടല്ലോ, ഞാൻ ചെറിയ പ്രായം മുതലേ ഈ സത്യം ചെയ്യുന്ന സ്വഭാവം ഇല്ല. അള്ളാഹിനെ ഇങ്ങനെ സത്യം ചെയ്യാനുള്ള നാട്ടക്കുറ്റിയാക്കരുത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹിനെ വെച്ചിട്ടല്ലേ ഈ വർത്താനം? വല്ലാഹി വല്ലാഹി ഒരു ഗൗരവപ്പെട്ട കാര്യമല്ലേ അത്? കുട്ടികളിൽ അതുണ്ടാവരുത്. സത്യം പറയും വല്ലാഹി. ഉപ്പേനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാ കുട്ടി നന്നാവുക? കുട്ടികൾക്ക് അത് നിരുത്സാഹപ്പെടുത്തി കൊടുക്കണം. അതാണ് അടുത്തത്. മഹാൻ തുടരുകയാണ്, അവനേക്കാൾ പ്രായമുള്ള ആള് മുതിർന്ന ആളെ കാണുമ്പോൾ എണീറ്റിക്കണം. നീ എന്താണ് ഉപ്പാപ്പ് വരുമ്പോൾ സോഫമിൽ കാൽമക്കാലും വെച്ചിരിക്കുക, നീ എന്താ എണീക്കാത്ത? എണീക്കടാ. ഏട്ടന് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്, ക്ലാസ് എത്ര? 8, ഇവനെത്ര? 4. ഇക്കാക്ക് എണീറ്റ്. അപ്പോ ഓരോ ഉസ്താദ് ഒന്നുമല്ലല്ലോ ഇക്കാക്കല്ലേ എണീച്ചക്ക്, കാക്കയല്ലേ ഇക്കാക്കല്ലേ എണീക്ക്. അത് നമ്മൾ നന്നായി പഠിപ്പിച്ചോണം. ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരോടുള്ള ബഹുമാനം കുട്ടിയൊക്കെ പഠിപ്പിച്ചോണം. വലിയ പോയിന്റ് അത്.
എന്നാലേ കുട്ടി നന്നാവുള്ളൂ. ഉപ്പ ഉമ്മാന്റെ ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം. ഉപ്പ മാത്രം ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഉമ്മാനെ തീരെ, ഉപ്പ ഗൾഫിൽ നിന്ന് എല്ലാം അറിഞ്ഞു കേട്ടാ, ഉപ്പാനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉമ്മാനെ തീരെ അനുസരിക്കണില്ലല്ലേ, ഉമ്മാനെ അറിയാം നിങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെല്ലാം വളർത്തി. ഉപ്പാക്ക് പൈസ അയച്ചു കൊടുക്കാനൊക്കെ അവിടുന്ന് കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടുമ്പോൾ എളുപ്പം, അതെല്ലാം ഒരു മാസം കൊണ്ട് നടക്കണ ഉമ്മയല്ലേ. എന്താടാ ഉമ്മ പോയാലല്ലേ ഉമ്മാൻ്റെ വില അറിയാം. നിങ്ങളെന്താ ഉമ്മാനോടൊന്നും മര്യാദ അത് ആര് പഠിപ്പിച്ചു കൊടുക്കണം? ഉപ്പ പറഞ്ഞു കൊടുക്കണോ? ഉപ്പ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മളെ നാട്ടിലെ ഉപ്പ നേരെ ഉൾട്ടയാന്ന്, പല ഉപ്പ മാറും. നീ എന്താടാ കരിയുന്നു, ടൂറിന് പോകണ്ടെന്ന് പറയുന്നു. ആര്? ഉപ്പ പൈസ എന്തിനെങ്കിലും പോകണ്ടെന്ന് ആരാ പറയുന്നോട്? ഉമ്മ. എന്താ പോലും ഉമ്മാക്ക് പൊരുത്തമില്ല. അല്ലോ സൈക്കുമോനെ, ഉപ്പ ദുനിയാവിൽ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്തുപ്പ? എൻ്റെ ഉമ്മാനെ കെട്ടിയ തന്നെ. ഈ മോനെ എങ്ങനെ ഇനി നന്നാവര് പറയും. എങ്ങനെ നന്നാല്? ചില ഉമ്മമാരുണ്ട് തിരിച്ച് മക്കൾ ഉപ്പാൻ അഥവാ ഇയാളെ ഈ പെണ്ണിൻ്റെ ഭർത്താവിനെ പറയും, എന്താടാ പള്ളിയുടെ മുമ്പെന്ന് ഉപ്പ ചൂടായിന്. ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് എത്രയും ചൂടായിക്ക് അടിച്ചോ എന്തു ചെയ്തോ, വീട്ടിൽ നിന്ന് അയക്കും, ഇത് ആളെ മുമ്പിൽ ഞങ്ങൾക്ക് നാണക്കിടായിരുന്നു. അപ്പോൾ ഉമ്മാരെ വക, സൈക്ക് മോനെ 25 കൊല്ലമായിട്ട് ഉപ്പാനും ഉമ്മയും സഹിക്കുകയാണ്. എങ്ങനെ നന്നാവുക? എങ്ങനെ നന്നാവുക? മൂത്തമ്മാനോടുള്ള ബഹുമാനം ആരാ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഉമ്മ. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്തമ്മ ഇളയമ്മ എന്ന് പറഞ്ഞ ഉമ്മാന്റെ സ്ഥാനത്താ. നല്ലോണം റമദാൻ്റെ ഒക്കെ ആവാറായല്ലോ, അപ്പോൾ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. കുറച്ച് അത്യാവശ്യം ജോലിയൊക്കെ ഉള്ള നീ മൂത്തമ്മാനെ ഇളയമ്മാനെല്ലാം കണ്ടുവരി, നല്ല ഫ്രൂട്ട്സും ബേക്കറിയും സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് കണ്ടുവരും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഉപ്പാപ്പനെ ഉമ്മാമ്മനെ ഇങ്ങനെ കാണാൻ വേണ്ടി പോകാൻ പറയണം. ആരാ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഉപ്പിയമ്മയെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം. കല്യാണം കഴിച്ച ചെക്കനോട് നീ എവിടെയെങ്കിലും പോയടാ, ബീച്ചിൽ പോയി, ടൂറ്, മാള് എല്ലായിടത്തും പോയല്ലോ, നീ മൂത്തമ്മാരെടുത്ത് പോയാ പോട്, നല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കോട്ടാ. ഇതാര് പറഞ്ഞു കൊടുക്കണം? ഉമ്മ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മളെ നാട്ടിൽ ചില സ്ഥലത്ത് തിരിച്ചാണ്ടാല്, എവിടെ പോകുന്നടാ? മൂത്തമ്മാരെടുത്താ പോകുന്നതല്ല നല്ല. അങ്ങനെ വലിയ കെട്ടും മാറാട്ടൊന്നും വാങ്ങണ്ട, പൈസ എല്ലാം കടയല്ലേ. ഒരു 10 കിരൺ കേട്ടോ, 10 ഒരു കിലോ നേന്ത്രപ്പായും വാങ്ങിക്കോ, 85 റുപ്യക്ക് ഫുള്ളാവും. നേന്ത്രപ്പായും ഇങ്ങനെ നിൽക്കും, 10 ഇങ്ങനെ നിൽക്കും, അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളാവും. 85 റുപ്യക്ക് കഴിച്ചില്ല. പിന്നെ മൂത്തന്മാരടുത്ത് കുറേ സമയം നിൽക്കുമെന്ന് വേണ്ട, റമദാനാ വരുന്നത്. മൂത്തമ്മ നല്ലോണം ഗീബത്തും നമീമത്തും ഫിത്തിനെല്ലാം പറയുന്ന ആളാണ്, ശ്രദ്ധിച്ചോന്ന്. അപ്പം ഈ ഉമ്മ മൂത്തമ്മാനെ കുറിച്ച് ഇപ്പം എന്താ പറഞ്ഞത്? ദലാൽ ഖൈറത്താ എന്താ പറഞ്ഞേ? ഗീബത്തല്ലേ. പിന്നെ എങ്ങനെ പിള്ളേർ വന്നാല് ഏട്ടനെ കുറിച്ചിട്ടുള്ള കുറ്റം അനിയന് പറഞ്ഞു കൊടുക്കുന്ന എത്ര ഉമ്മ ഉണ്ട്. എന്തൊരു വൃത്തികേടാണല്ലോ. ഏട്ടനോ എൻ്റെ ഭാര്യനെയും കൂട്ടിയിട്ട് എവിടെയോ ടൂറിനോ മറ്റോ പോയി, അത് അനിയനോട് പറയാ, ഓനെ ഏട്ടനൊന്നും കണ്ടു പഠിച്ചൊക്കെയല്ലേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്. ഏട്ടനെ കുറ്റം പറഞ്ഞു കൊടുക്കല, ബഹുമാനിക്കാനല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇരട്ടകളായി ജനിച്ച 2 മഹാന്മാരുടെ ചരിത്രമുണ്ട് കിതാബില്. രണ്ടാളും ഒരാൾ പ്രസവിക്കപ്പെട്ട അടുത്ത ആള് വന്നു. ആദ്യം വന്ന ആൾ ജ്യേഷ്ഠനാണല്ലോ, രണ്ടാമത് വന്ന ആൾ അനുജനും. ഈ അനുജനായ മഹാൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു വട്ടം പോലും എൻ്റെ ഇക്കാക്ക ജ്യേഷ്ഠന്റെ കൂടെ ഞാൻ നടന്നിട്ടില്ല, ബേക്കിലല്ലാതെ കൂടെ നടന്നിട്ടില്ല. മുമ്പിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒന്നിച്ചെന്നെ നടന്നിട്ടില്ല, ബേക്കിൽ മാത്രം. കാരണം ഉമ്മ പഠിപ്പിച്ച കാക്കയാന്നട്ടാ. എപ്പോ ഒരു 2-3 സെക്കൻഡിന്റെ വ്യത്യാസത്തില് പ്രസവം നടന്ന ഇരട്ടകളെ കുറിച്ചായി സംസാരം. അപ്പോഴാ നമ്മളെ നാട്ടിൽ എന്ത് പറയാ, അവര് വലിയ വ്യത്യാസമൊന്നുമില്ല, അവരെ ആകെ 2.5 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. അതിനെ പറഞ്ഞു കൊടുക്കല്. അങ്ങനെ ഉമ്മ പറഞ്ഞു കണ്ടത്. അതാണ് നേരത്തെ ഒരാളുടെ കമന്റ് കേട്ടിട്ടില്ല നിങ്ങള്? ഈ കിതാബി പറഞ്ഞ പോലെ നമ്മളെ മക്കളെ പാരന്റിങ് നടത്തിയാൽ നമ്മളെ മക്കളെ എങ്ങനെ നന്നാവാതിരിക്കുക? എങ്ങനെ നന്നാവാതിരിക്കുക? അപ്പൊ കുട്ടികൾക്ക് ബഹുമാനം പഠിപ്പിക്കണം. എന്നിട്ട് ഈ വന്നാക്ക് സീറ്റ് കൊടുക്കാൻ എപ്പോഴും കുട്ടീനോട് പറഞ്ഞു കൊടുക്കണം. കൂടെ അല്ലെങ്കിൽ അടുത്തിരിക്കാനും അവരോട് പറയാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ആശയം. ഞാൻ എൻ്റെ പ്രഭാഷണം ദീർഘിപ്പിക്കണില്ല. അസഭ്യവാക്കുകൾ, ചീത്ത വാക്കുകൾ, ചീത്ത വിളി, ഇതെങ്ങാനും ഒരു വട്ടം കുട്ടിയിൽ നിന്ന് വന്നാൽ ബ്ലോക്ക് ചെയ്യാം. എവിടുന്നാണ് ഇത് പഠിച്ചേക്കുന്നത്? എന്താണ് നീ പറഞ്ഞത്?
നന്നായി ഗൗരവത്തിൽ അതിനെ കാണണം. വമി മുഖാലത്തത്തി മയ്യജിരി അലാ ലിസാനിഹി ശൈഉം മിൻ ദാലിക്, ഇത്തരം കൂട്ടുകാരിൽ നിന്ന് അവരെ അകറ്റി നിർത്തണം. കാരണം അവർ തീർച്ചയായിട്ടും മോശം കൂട്ടുകാരിൽ നിന്ന് പഠിച്ചതായിരിക്കും ഇത്തരം ചീത്ത വാക്കുകൾ. കാരണം ചുറ്റുവട്ടത്ത് നിന്ന് ഈ ചീത്ത വാക്ക് കുട്ടികൾ പഠിക്കുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ വീട്ടിലെ ബാത്റൂമിലെ പൈപ്പ് ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ തുറന്നപ്പോൾ ചെളി വെള്ളം വരുന്നുണ്ട്. പിന്നെ ഭയങ്കര ദുർഗന്ധവും, എന്തോ ജീവിച്ചത്ത പോലെ. നിറത്തിൽ മാറ്റമുണ്ട്, രുചിയിൽ മാറ്റമുണ്ട്, എല്ലാത്തിലും മാറ്റമുണ്ട്. നമ്മൾ എന്താ ചെയ്യല്? ഈ വെള്ളം, ദുർഗന്ധമുള്ള വെള്ളം വരുന്നോണ്ട് നമ്മൾ എന്താ ചെയ്യല്? പൈപ്പ് അടിച്ച് പൊട്ടിക്കോ, ചെവി മുരുടോ? ഇല്ലല്ലോ. അതേപോലെ എന്താ വെള്ളം ചെയ്യല്? ഉടനെ വാട്ടർ ടാങ്ക് നോക്കുമ്പോൾ ഒരു പൂച്ചകത്തിന് കണ്ട, അപ്പോൾ ആ ടാങ്കിൽ വെള്ളം മാറ്റും. അതല്ലേ ചെയ്യല്? അതേപോലെ നമ്മളെ പിള്ളേർ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നേരെ സ്കൂളിലെ സാറോ മദർസയിലെ ഉസ്താദോ ചെവി മുരുടിയിട്ട് ഓനെ വേദനിപ്പിക്കുന്നതിന് പകരം ഈ പൈപ്പിൽ നിന്ന് വന്ന ദുർഗന്ധം എവിടുന്നാന്ന് നോക്കുക. വാട്ടർ ടാങ്ക് ഉപ്പിയും ഈ പൊരിഞ്ഞ തെറി വിളിക്കുന്ന നോക്കുന്നുണ്ടെങ്കിൽ ടാങ്ക് മാറ്റാൻ ഉപദേശിക്കുക. ഇടയ്ക്കിടയ്ക്ക് പാരൻസ് മീറ്റിംഗ് വിളിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക. അത്ര തന്നെ. ഓട്ടോറിക്ഷൻ്റെ മുമ്പിലത്തെ ടയറാണ് മക്കൾ, ബേക്കിലത്തെ 2 ടയർ ഉപ്പിയുമ്മയാണ്. ഏതെങ്കിലും ഒന്ന് പഞ്ചറായാൽ മുമ്പിലത്തെ ടയറിന് എത്ര കാറ്റുണ്ടായാലും പോലും നല്ല ബുദ്ധിയാണ് ഉസ്താദേ, എന്താണെന്നറിയില്ല. ഒന്നുമല്ല, നമ്മൾ നന്നായാൽ മതി. വടി വളഞ്ഞാൽ നിഴലും വളയും. നമ്മളെ വാക്കായിരിക്കും കുട്ടികൾ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുക. പഠിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളെ കരിയർ പ്രഷർ നടത്തും ചില രക്ഷിതാക്കൾ. നീ എന്തായാലും ഡോക്ടറാണോ, എന്തായാലും എഞ്ചിനീയറാണോ, CMA പാസ്സായിരിക്കണം. കാരണം കുട്ടികളെ പഠിപ്പിക്കണം, പക്ഷെ പഠനം അവർക്കൊരു മടിയായി തോന്നാൻ പാടില്ല. 2 ദിവസത്തെ വെക്കേഷൻ കിട്ടുമ്പോൾ ഉടനെ തുടങ്ങും വെക്കേഷൻ ക്യാമ്പിലേക്കോ കോളേജിലേക്കോ ഒറ്റ അയക്കാൻ, കമ്പ്യൂട്ടർ കോഴ്സിലേക്കോ അയക്കാൻ. ഒന്ന് ഇതാ സലിമാൻ പറയാ, കുറച്ചൊക്കെ കുട്ടികളെ കളിക്കാനൊക്കെ വിടണമെന്ന്, കുറച്ചൊന്ന് റിലാക്സ് ആവണം കുട്ടികൾ. അത് വേണം. കരിയർ പ്രഷർ ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി 10ാം ക്ലാസ്സിലേക്ക് പാസ്സായി എന്ന് വിചാരിക്കുക. ഫാത്തിമ, ഓള് ബാത്റൂമിൽ പോയിട്ട് ഒള്ളോടുത്ത്, ഓൾക്ക് ഒള്ളുവിൽ ചെറിയ വസ്വാസായിട്ട് പിന്നെ ഒള്ളോടുത്ത്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രമൊഴിക്കുമ്പോൾ പിന്നെ എന്തോ ഒരു വേദന, അങ്ങനെ എന്തോ ഒരു 5 മിനിറ്റ് ഡിലേ ആയി. അന്നേരം ഉമ്മ ഫാത്തേ SLC ആണേ, ഓർമ്മണേ, അങ്ങനെ. ഓക്കെ, കുട്ടി എന്തോ ഒന്ന് ഇന്നലെ രാത്രി കുറച്ചധികം പഠിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ട് ഒന്ന് ഇങ്ങനെ സാധാരണ 5:30 അല്ലെങ്കിൽ 4:30 എണീക്കുന്ന കുട്ടി 5:35 4:35 ഫാത്തേ എണീച്ചിട്ടില്ല, SLC ആണ്. എന്നേരം ഈ കുട്ടീനെ വിചാരിക്കും 9 തോറ്റാൽ മതിയേനു. ഇതെന്താ എന്നെങ്ങാൻ വിടാത്ത? കുട്ടികൾക്ക് സ്വപ്നം കാണാനൊക്കെ പഠിപ്പിക്കണം. പക്ഷേ സ്വപ്നം കാണുന്നതിൽ നല്ല തന്നെ പറക്കണമെങ്കിൽ ചിറകും വേണം. പോത്ത് വിചാരിക്കുക നമുക്ക് പറക്കണോ? നടക്കൂല. എത്ര വലുതായാലും നടക്കൂല. പുഴു വിചാരിക്കുന്നത് നാളെ പൂമ്പാറ്റിയാകുന്നതിന് മുമ്പ്, നാളെ ചിറക് വരുന്നതിന് മുമ്പ്, നാളെ മുതൽ പറക്കണം. അതിന് നടക്കും. കാരണം 45 ലക്ഷം അഡ്മിഷൻ തന്നെ കൊടുക്കേണ്ട കോഴ്സിൽ ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കുടുംബം ഓൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായാലും? ഓനിക്ക് മര്യാദ അറബി അക്ഷരം തന്നെ വായിക്കാൻ കഴിയാത്ത ഒരുത്തനെ ഇഫ്ലു ഖുർആനിൽ ചേർത്താൽ എങ്ങനെ ഉണ്ടാവും? SLCക്ക് തന്നെ എങ്ങനെയോ കഷ്ടി ജയിച്ച ഒരുത്തനെ പിടിച്ച് സയൻസിൽ തള്ളിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഓരോരുത്തരുടെ കരിയർ എന്ന് പറഞ്ഞാൽ അവരുടെ കൊക്കിന് ഒതുങ്ങുന്നത് മാത്രമാകുക. അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് പഠനം ഒരു മടുപ്പുണ്ടാകാൻ പാടില്ല. ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കുറേ പറയാനുണ്ട്. നിങ്ങൾ ദീർഘമായ പഠനത്തിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ തഹ്രീറുൽ മഖാൽ എന്നീ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ മതി. ഈ വിഷയത്തിൽ ഖലമുൽ ഇസ്ലാം കോടമ്പഴ ഉസ്താദിന് ആലമുൽ ഔലാദ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അള്ളാഹു ഉസ്താദിന് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ചെറിയൊരു ചരിത്രം ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുക. ബറാഅത്ത് രാവാണ് വരുന്നത്. റമദാനാണ് നമ്മൾക്ക് ഇനി വരാനുള്ളത്. നന്നായി തൗബ ചെയ്ത് ശുദ്ധിയായിട്ട് വേണം റമദാനിനെ സ്വീകരിക്കാൻ. റമദാൻ എങ്ങാനും നമുക്ക് എതിര് സാക്ഷി എന്നാൽ പിന്നെ ആരും ഉണ്ടാവില്ല ആഖിറത്തിൽ. റമദാൻ നമുക്ക് അള്ളാഹു തരുന്നത് തന്നെ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഈ തെറ്റെല്ലാം ചെയ്ത് നടന്നിട്ടും
നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു അടയാളമാണ് റമദാൻ നമുക്ക് നൽകുക എന്നുള്ളത്. ഒരു മനുഷ്യൻ ഖബറിനെങ്ങാനും ആരെങ്കിലുമൊക്കെ വലിയോ നബിയോ പോയിട്ട് എണീപ്പിച്ചിട്ട് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ ഓനും പറയൽ റമദാൻ്റെ ഒരു ദിവസം കിട്ടണമെന്നാണ്. കാരണം റമദാനിലൊരു തസ്ബീഹ് 1000 തസ്ബീഹല്ലേ കൂലിയ, അല്ല 1000-നേക്കാൾ. റമദാനിലൊരു റക്കാത്ത് 1000 റക്കാത്തിനേക്കാൾ കൂലിയാണ്. റമദാനിലൊരു സുന്നത്ത് എത്ര ഫർളിൻ്റെ കൂലിയാണ്. ഒരു ഫർളിന് 70 എന്തെല്ലാം കൂലിയാണ് റമദാന്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും എന്ന് പറഞ്ഞാൽ തുറക്കും തന്നെ, നരകത്തിൻ്റെ വാതിലടക്കും എന്ന് പറഞ്ഞാൽ അടക്കും തന്നെ. റമദാനിൽ മരിച്ചാൽ പവർ കൂടുതലല്ലേ. റമദാനിൽ ജീവിച്ചാൽ മതി. ഒരാൾ ഒരു തെറ്റും ചെയ്യാണ്ട് റമദാനിൽ ജീവിച്ചാൽ തന്നെ മതിയോ നന്നാവാന്. ഒരു തെറ്റും ചെയ്യാതെ റമദാനെ യാത്ര അയച്ചാൽ റമദാൻ തന്നെ അയാളെ കുറിച്ച് നല്ല പറയും. അപ്പോൾ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് കൊടുക്കും. തൊബ്രാനിൻ്റെ ഹദീസിൽ കാണാം റമദാനിലെ ജീവിതം. അതുകൊണ്ടല്ലേ നബിയെ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ 2 ആളെ സ്വപ്നത്തിൽ കണ്ടു. ഒരാൾ ഷഹീദായ ആളാണ്, മറ്റേ ആൾ സാധാ പോലെ മരണം വരിച്ച ആളാണ്. മറ്റേ ആൾ പിറ്റത്തെ കൊല്ലാണ് വഫാത്താവണത്, ഇയാൾ തലേത്തെ കൊല്ലം ഷഹീദായി വഫാത്തായ ആളാണ്. അപ്പം ഞാൻ സ്വപ്നം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഷഹീദായ ആളായിരിക്കും ഫസ്റ്റ് സ്വർഗത്തിലെത്താൻ. പക്ഷേ 2ാമത്തെ കൊല്ലം സാധാ പോലെ മരണം വരിച്ച ആളാണ് ആദ്യം സ്വർഗത്തിലെത്തിയത്. അത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം. എന്താണ് നബി അതിൻ്റെ കാരണം? അതിന് തങ്ങൾ പറഞ്ഞ കാരണം എന്താ? മൂപ്പര് 1 കൊല്ലം അധികം ജീവിച്ചിട്ടില്ലേ, അപ്പോൾ ഒരു റമദാൻ എക്സ്ട്രാ കിട്ടിയില്ലേ, അതെന്നെ മതി. ഒരു റമദാൻ ജീവിതത്തിൽ കിട്ടൽ വലിയ നിഅമത്താണ്. അതിന് നമ്മൾ നേരത്തെ തന്നെ ശുദ്ധിയാവണം, എല്ലാ തെറ്റും പൊറുപ്പിക്കണം. അതിനാണ് റജബും ശഅബാനൊക്കെ നമുക്ക് അള്ളാഹു തന്നത്. ബറാത്ത് രാവാണ് വരുന്നത്. എല്ലാ തെറ്റും അള്ളാഹ് പുറത്തു തരും ആ രാത്രി. ആ രാത്രിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നത്. മഹാന്മാരൊക്കെ പൊട്ടി കരഞ്ഞ ദുആ ചെയ്ത രാത്രിയാണ് ബറാത്ത് രാത്രി എന്ന് പറഞ്ഞാൽ. ആ രാത്രി ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം, പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന രാത്രിയാണ് ആ രാത്രി. മഹാന്മാർ പഠിപ്പിച്ചെന്ന ആ ചര്യകളും യാസീനൊക്കെ നമ്മൾ പതിവായി നമ്മളെ നാട്ടിൽ കൊണ്ടുവരുന്ന ആ ചര്യ, നമ്മളെ നാട്ടിൽ ഉള്ള ആ ഒരു അദബായ രീതി നമ്മളും കൊണ്ട് നടക്കണം. ആരെങ്കിലുമൊക്കെ അതിനെ എതിർക്കുമ്പോൾ അതിൻ്റെ വേക്കിലൊന്നും പോണ്ട. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വഫയാത്തുൽ അയാനിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും ഈ ചരിത്രമുണ്ട്. ഫറൂഖ് എന്ന് പേരുള്ള ഒരാൾ തൻ്റെ ഭാര്യയോട് പറയാണ്, ഈ ഗർഭിണിയാണല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് യാത്ര പോവുകയാണ്. ഈ ചരിത്രം എനിക്ക് പറഞ്ഞത് കൻസുൽ ഉലമ ചിത്താരി ഉസ്താദാണ്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവിടുന്ന് ചരിത്രത്തിൽ അപാര കഴിവാണ് ചിത്താരി ഉസ്താദിന്. അപാര കഴിവെന്ന് പറഞ്ഞാൽ ബുഖാരിയൊക്കെ ഉസ്താദിൻ്റെ അടുത്താണ് നമ്മൾ ഓതിയത്. തസ്രീഹുൽ മന്തിക്ക് മുതൽ ബുഖാരി വരെ 7 കൊല്ലം ഉസ്താദിൻ്റെ അടുത്ത് ഓതാൻ നമ്മുടെ ബാച്ചിന് തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. ഉസ്താദ് ഒരു ഹദീസ് വായിക്കുമ്പോൾ അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു എന്ന് വായിച്ചാൽ പിന്നെ അബൂ ഹുറൈറങ്ങളെ കുറിച്ചിട്ട് ഒരു വിവരണമുണ്ട്. അത് കേട്ടാൽ വിചാരിക്കും ചിത്താരി ഉസ്താദ് അബൂ ഹുറൈറങ്ങൾ ഒന്നിച്ചാട്ടാ പഠിച്ചിന്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചരിത്രം പറയും. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പിന്നെ തുടങ്ങും ഇബ്നു മസ്ഊദ് തങ്ങളെ കുറിച്ചിട്ട്. ബുഖാരിയുടെ ഒരു ഹെഡിങ് വായിച്ചാൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആ ഹെഡിങ് വിശദീകരിക്കും. അത് 4-5 ഷറഹ് ഫത്തുൽ ബാരിയും ഇനി ഉംദത്തുൽ കാരിയും ഇർഷാദു സാരിയും എല്ലാ ഫൈല് ഏത് ഷറഹ് എടുത്ത് നോക്കിയാലും ഉസ്താദ് പറഞ്ഞത് ഫുള്ള് കിട്ടുകയും ചെയ്യില്ല. അപാര കഴിവാണ് ഉസ്താദിൻ്റെത്. ഉസ്താദ് പറഞ്ഞെന്നൊരു ചരിത്രമാണിത്. പിന്നീട് കിതാബിൽ കണ്ടു ഇത്. ഫറൂഖ് എന്ന് പറയുന്ന ആള് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ഗർഭിണിയാണല്ലോ, പ്രസവിച്ചാലേ കുട്ടീനെ നന്നായി ഇൽമു പഠിപ്പിക്കണം. അതിന് 30,000 ദിർഹം വെള്ളി ഭാര്യൻ്റെ കയ്യിൽ കൊടുത്തു. ഫറൂഖ് യാത്ര പുറപ്പെട്ടു. നീണ്ട കാലത്തിന് ശേഷം, ഏകദേശം 27 കൊല്ലത്തിന് ശേഷം ഫറൂഖ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അത്രയും നീണ്ട കാലത്തിന് ശേഷം. എന്നിട്ട് വാതിൽ മുട്ടി. ചെറുപ്പക്കാരനായ ഒരാൾ പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ നമ്മളെ വീട്ടിൽ കാര്യം? നമ്മളെ വീട്ടിലോ? എൻ്റെ വീടാണ് ഇത്. എന്നിട്ട് നിങ്ങൾ അതിക്രമിച്ച് കയറിയിട്ട് നിങ്ങളെ വീടെന്ന് അവകാശവാദം ഉന്നയിക്കണത്? എവിടുന്നോ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കുക? വാക്ക് തർക്കമായി. നാട്ടുകാർ ഒരുമിച്ച് കൂടി പ്രശ്നമാവോ എന്നുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി.
അപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു സ്ത്രീയുടെ ശബ്ദം, നാട്ടുകാർ നിങ്ങൾ പോയിക്കോളി, ഈ വന്ന ആള് എൻ്റെ ഭർത്താവാണ്, 27 കൊല്ലം മുമ്പ് ഒരു യാത്ര പോയതാണ് കച്ചവടം മറ്റൊക്കെ ആവശ്യമായിട്ട്. അന്ന് ഞാൻ ഗർഭിണിയായിരുന്നു. പിറ്റത്തെ കൊല്ലം പ്രസവിച്ച മോനാണ് ഇത്. ഇപ്പം 26 വയസ്സുള്ള മോനാ. ഇത് മോനാന്ന് ഉപ്പാക്കും ഉപ്പായാണെന്ന് മോനിക്കും അറിയാത്തതുകൊണ്ടാണ് ഇവർ ഈ തർക്കിക്കണത്. ഇത് കേട്ടപ്പം നാട്ടുകാർ പോയി ഉപ്പിയും മോനും കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പിടിച്ച് ഫറൂഖ് എന്ന ഉപ്പ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി, മോന് പുറത്തേക്കും പോയി. വീട്ടിൻ്റെ ഉള്ളിൽ കയറിയ ഫറൂഖ് ഭാര്യയോട് ചോദിച്ചു, ഞാൻ കാലങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പോകുമ്പോൾ 30,000 ദിർഹം തന്ന ഓർമ്മയില്ലേ? ഉണ്ട്. അതെവിടെ വെച്ചത്? അതൊക്കെ വെക്കേണ്ടത് വെച്ചിന് മനുഷ്യൻ കയറി വന്നവാടൻ അതാ ചോദിക്കണത്. അത് മദീനത്തെ പള്ളിയല്ലേ അടുത്തുള്ളത്, അവിടെ പോയി ഇവിടുന്ന് ഒന്ന് ഫ്രഷായി അവിടെ ഒന്ന് നിസ്കരിച്ചിട്ടൊക്കെ വരും, എന്നിട്ട് നമുക്ക് 30,000 ഒക്കെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഫറൂഖ് ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോയി. പള്ളിയിലാണെങ്കിൽ ധാരാളം ആലിമീങ്ങൾ പങ്കെടുക്കുന്ന പണ്ഡിത ദർസ് നടക്കണം. പണ്ഡിത ദർസ് നടക്കുമല്ലോ, വലിയ ദർസ്. ആ ദർസിൽ മാലിക് ഇമാമൊക്കെ ശിഷ്യൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യൻ. ഹബ്ബു ഉസ്താദ് ആരായിരിക്കും? റഹ്മാനെ. ഫറൂഖ് ഇങ്ങനെ നോക്കുമ്പോൾ ആ മുദരിസ് ഉസ്താദ് ഇങ്ങനെ തല കുനിച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്നാ നമ്മൾ നോക്കുമ്പോൾ മൂപ്പര് തല കുനിക്കണത്. കുറച്ചുകൂടെ അടുത്തു പോയിട്ട് നോക്കുമ്പോൾ നേരത്തെ ഭാര്യ പരിചയപ്പെടുത്തി തന്ന മോനാണ് ആയിരക്കണക്കിന് ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്നത്. കരയേ വേണ്ടത് ചിരിക്കേ വേണ്ടത്. ഇത് കണ്ടിട്ട് മനസ്സിൽ മുഴുവൻ സന്തോഷം. ഫറൂഖ് നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞ, അത്ഭുതമാണ് കണ്ടത് മോളെ. എൻ്റെ മാലിക് ഇമാം റഹിമുള്ള അടക്കമുള്ള വലിയ വലിയ മഹാന്മാർക്ക് എൻ്റെ മോന് ദർസ് നടത്തി കൊടുക്കുക എന്നാണ്. ആരാണ് ആ മോന്? റബീഅത്തു റളിയല്ലാഹു അൻഹു എന്ന ലോക പ്രശസ്ത പണ്ഡിതനാണ്. അന്നേരം ഈ ഭാര്യ അഥവാ ഫറൂഖിൻ്റെ ഭാര്യ റബീഅത്തു റളിയല്ലാഹുവിൻ്റെ ഉമ്മ പറയാ, നിങ്ങൾ തന്ന 30,000 ഞാൻ അതിനെന്നാ ചെലവഴിച്ചത്. ആരെ സൃഷ്ടിക്കാനെ? ഷാഫി ഇമാമാരാ? മാലിക് ഇമാമിൻ്റെ ശിഷ്യൻ അല്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ ഉസ്താദാണ് ഷാഫി ഇമാം. ഷാഫി ഇമാമിൻ്റെ ഉസ്താദാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. മാലിക് ഇമാമിൻ്റെ ഉസ്താദാണ് റബീഅത്തു റളിയല്ലാഹു അൻഹു. ആ റബീഅത്തുകളെ വീട്ടിൻ്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ലോകം നിയന്ത്രിക്കുന്ന ഒരു പണ്ഡിതനെ സൃഷ്ടിച്ച ഉമ്മാൻ്റെ ചരിത്രം ഇപ്പം പറഞ്ഞത്. ഉമ്മമാരെ നമുക്ക് കഴിയണം. നമ്മളൊക്കെ ഖബറിലെത്തുമ്പോൾ നമുക്ക് ദ്വാരക്കുന്ന കുറേ ആലിമീങ്ങളായ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടാവണം. അതിന് നന്നായി മക്കളെ പഠിപ്പിക്കണം, ദീൻ നന്നായി പഠിപ്പിക്കണം. നമ്മളൊരു മോന് സഖാഫി ആയാൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എപ്പോഴാണോ മരിക്കണത് ആ കാലമാകുമ്പോൾ ആ മോൻ്റെ ബാച്ചിലുള്ള 19 സഖാഫിമാരായ മുദരിസുമാർ വന്നിട്ട് അതിൽ 4 ആലിമീങ്ങളെ തോളത്ത് ഈ ഉപ്പയായ നമ്മുടെ ഉമ്മയായ നമ്മുടെ മയ്യത്ത് കട്ടിൽ ചുമന്നു കൊണ്ടുപോകുന്ന യാത്രയപ്പിൻ്റെ ഒരു സൗന്ദര്യം ആലോചിച്ച് നോക്കിയേ. വെള്ളപ്പട്ടാളക്കാരുടെ ചുമലിൽ യാത്ര ആലോചിച്ച് നോക്കിയേ. ആ യാത്രയപ്പിൻ്റെ സന്തോഷം എന്തായിരിക്കും സന്തോഷം? അങ്ങനെ ആവണം. നമ്മളെ പിള്ളേർ മുടി നീട്ടിയ ഏതെങ്കിലും ഒരു കോലക്കേടിൻ്റെ ആളാവരുത്.